ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഒരു വിധത്തില് ഏട്ടത്തിയെ ഞാൻ നിധിയുടെ ശത്രുവാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. ഇനിയിപ്പോ ഗൗതമിന്റെ ജീവൻ രക്ഷിച്ചവളെന്ന വീരപരിവേഷമായിരിക്കും അവൾക്ക് ഈ വീട്ടിൽ കിട്ടാൻ പോകുന്നത്. അത് CKCക്ക് അറിയോ? ഒരു സുവർണ അവസരമാ CKC ആയിട്ട് തന്നെ ഇല്ലാതാക്കി കളഞ്ഞത്. എന്താ ഇത്? മോനെ, ഞാൻ CKCയെ വിളിച്ച് നിന്നെ ഉപദ്രവിച്ചതിന് വഴക്ക് പറയുകയായിരുന്നു. മിണ്ടിപ്പോരുത് നിങ്ങള്. ഇപ്പൊ എന്നെ നിങ്ങൾ ശത്രുവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരിക്കൽ നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നല്ലേ? അതിന്റെ ഒരു ദയെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കാത്തത് എന്താ? എന്നെ കൊന്നൊഴിവാക്കാൻ CKCയെ കൂട്ടുപിടിച്ച് നിങ്ങൾ ഗുണ്ടകളെ അയച്ചു അല്ലേ? അയ്യോ അല്ല, ഞാനതല്ല സംസാരിച്ചോണ്ടിരുന്നത്. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഈ ഒരു ഫോൺ കോൾ കൊണ്ട് മാത്രമല്ല നിങ്ങൾ എനിക്ക് സംശയം. പല തവണ പല രീതിയിൽ പലരുമായിട്ട് ചേർന്ന് നിങ്ങൾ എനിക്കെതിരെ കരുക്കൾ നീക്കി. എന്നിട്ട് ഞാൻ ക്ഷമിച്ചത് എല്ലാ അർത്ഥത്തിലും ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ അമ്മയെന്ന് വിളിച്ചിരുന്ന സ്ത്രീയാണ് നിങ്ങൾ. അതുകൊണ്ട് മാത്രമാ. നിങ്ങളുടെ മനസ്സിലെ ക്രൂരതയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞു. ഒരു അനുകമ്പയും ഒരു ദയയും ഒരു പരിഗണനയും നിങ്ങൾ എന്നിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കരുത്. ഗൗതം, പ്രതീക്ഷിക്കാൻ പാടില്ല. ആഹാ, ഇതിനിടയ്ക്ക് നീ ഡ്രസ്സും മാറിയോ? ഈ സാരി എടുത്ത് ഉടുക്കാൻ നോക്കിയത് അബദ്ധമായെന്നാ തോന്നുന്നത്. കൈക്ക് നല്ല വേദനയുണ്ട് ഗൗതം. ഇത് എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയേ? കൈ ശരിയാവുന്ന വരെ വല്ല ചുരിദാറോ മറ്റോ ഉപയോഗിച്ചാൽ പോരായിരുന്നോ? ഇങ്ങോട്ടാ, ഞാൻ ഉടുപ്പിച്ചു തരാം. സാരി ഉടുപ്പിക്കാൻ അത്ര കൊതിയാണെങ്കിലേ ആദ്യം ഈ ബ്ലൗസിന്റെ വള്ളി ഒന്ന് കെട്ടിത്ത. വള്ളിങ്കി വള്ളി കെട്ടി തന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. ഹലോ, മോനവിടെ വള്ളി കെട്ടുവാണോ അഴിക്കുവാണോ? കെട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? ഒരു സഹായം വേണ്ട, ബാക്കി ഞാൻ ചെയ്തോളാം. ബെസ്റ്റ്. നീ ഈ വയ്യാത്ത കൈയും വെച്ച് എന്തിനാ മോളെ ഞൊറി കൊടുക്കാനായിട്ട് പാടുപെടുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ടുള്ള അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇങ്ങോട്ട് താവണ്ണ. ഇങ്ങോട്ട്. അയ്യോ, ഞാൻ കുത്തിക്കൊള്ളാം. വേണ്ട വേണ്ട, കൈ വേദനിക്കും. ഞാൻ കുത്തിത്തരാം. ഇനി എന്താ വേണ്ടേ? എന്റെ വയ്യായിക ചെക്കൻ ശരിക്കും മുതലെടുക്കുകയാണല്ലേ? അതെ അതെ, എനിക്കിത് തന്നെ വേണം. വയ്യാത്ത ആളിനെ ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ ഒടുവില് നമ്മള് മുതലെടുപ്പുകാരനായി. ഇനി ഞാൻ ഒന്നിനും വരുന്നില്ലേ? ഓടുന്നു. അതെ, എനിക്ക് കുടിക്കാൻ വെള്ളം എടുക്കാനാണ് താഴേക്ക് പോയത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തന്നിരുന്നെങ്കിൽ ഉപകാരമായേനെ.